നമസ്കാരം. വിദ്യാജ്യോതിഷം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹ വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വിവാഹ വിഷയത്തിൽ ജാതകപ്പെടുത്തിന്റെ ആവശ്യകതയും ചൊവ്വാദോഷത്തിന്റെ പേരിലുള്ള തർക്കവുമാണ് ഇന്നത്തെ ചിന്താവിഷയം. വിവാഹം 8 വിധം പറയുന്നുണ്ട്: ബ്രാഹ്മം, ദൈവം, ആക്ഷം, പ്രാജാപത്യം, ഗാന്ധർവം, ആസുരം, പൈശാചം മുതലായവ. ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത വാഹനമാണ് വിവാഹം. വിവാഹം ഇന്ന് കഴിച്ച് നാളെ അവസാനിപ്പിക്കാൻ ഉള്ളതല്ല. ഇതിൽ പ്രാജാപത്യം എന്ന് പറയുന്ന വിവാഹത്തിന് മാത്രമാണ് ജാതകപ്പെടുത്തം നോക്കേണ്ടതുള്ളൂ. മാതാപിതാക്കന്മാർ കണ്ട്, കുടുംബങ്ങൾ കണ്ട് ഉറപ്പിക്കുന്ന വിവാഹമാണ് പ്രാജാപത്യം എന്ന് പറയുന്നത്. സ്വയംവരം പോലെയുള്ള വിവാഹങ്ങൾക്ക്, അതായത് ഗാന്ധർവ വിവാഹം പോലുള്ള വിവാഹങ്ങൾക്ക് ജാതകപ്പെടുത്തം നോക്കേണ്ട ആവശ്യകത ഇല്ല. അവിടെ പ്രശ്നമാർഗത്തിൽ പ്രത്യേകം ആനുകൂല്യപ്രന്ത് പറയുന്നുണ്ട്: യസ്യം മനം സമാസക്തം താമേവ വിവഹൽബുധ സർവോനു ഗുണഭാഗേപി മനോനുഗുണാധിക. യാതൊരുവർക്കാണോ മനസ്സുകൾ തമ്മിൽ സമാസക്തമായിരിക്കുന്നത് അവർ ബുദ്ധിയുള്ളവരാണെങ്കിൽ വിവാഹം കഴിക്കണം. മനപ്പൊരുത്തം നന്നെങ്കിൽ മറ്റെല്ലാം ഇവർ ചെയ്യൽ എന്നാണ് നിയമം പറയുന്നത്. വിവാഹ വിഷയത്തിൽ പൊരുത്ത ചിന്തന 3 പ്രകാരത്തിൽ പറയുന്നുണ്ട്: നാൾപ്പൊരുത്തം, ജാതകപ്പൊരുത്തം, ദശാസന്ധി. നാൾപ്പൊരുത്തം പ്രധാനമായിട്ട് 10 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്: രാശിപ്പൊരുത്തം, രാശിപൊരുത്തം, വശ്യപ്പൊരുത്തം, മാഹേന്ദ്രപ്പൊരുത്തം, ഗണപ്പൊരുത്തം, യോനിപ്പൊരുത്തം, ദിനപ്പൊരുത്തം, ദീർഘപ്പൊരുത്തം തുടങ്ങിയിട്ടുള്ള ശുഭപൊരുത്തങ്ങളും മധ്യമർജു വേദം എന്ന് പറയുന്ന 2 ദോഷപ്പൊരുത്തങ്ങളുമാണ്. ഏകോപി ദോഷോ വേദാഖ്യോ ഗുണാൻഹന്തി ഭുവനബി തസ്മാൽ വിവർച്ചയിൽ വേദം മധ്യമരജു തത്സമ. ഏകമായിരിക്കുന്ന വേദം എന്ന ദോഷം ഉണ്ടെങ്കിൽ എല്ലാ ഗുണങ്ങളെയും ഇല്ലാണ്ടാക്കും. മധ്യമരജും അതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ദോഷങ്ങളെ ശുഭപൊരുത്തങ്ങളിൽ ശുഭാധിക്യം വേണം. ദോഷങ്ങളായിട്ടുള്ള മധ്യമരജു വേദം വരാനും പാടില്ല. കൂടാതെ ദശാസന്ധിയെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അത് 3ാമത്തെ വിഷയം. ആരഭ്യോട് ദശാവസാന സമയെ പക്ഷന്ത വസന്തരെ യാദോന്നോട് ദശ വിവാഹിതേന പ്രാണാപഹാരീഭവൻ. അപ്പോൾ പ്രാണന അപഹരിക്കും. 2 പേരുടെ ദശാകാലം ഒരേ വർഷം അവസാനിക്കാൻ പാടില്ല. ഒരു വർഷത്തിന്റെ ഗ്യാപ്പ് ഒരു വർഷത്തിനുള്ളിൽ വരാൻ പാടില്ല. അത് ഷഡ്മാസ പ്രഭവൻ ദമ്പത്തിൽ ഭരണം പോയെന്ന് 6 മാസത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 6 മാസം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരാത്ത ദശാസന്ധി മാത്രമേ വിവാഹത്തിന് യോജിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. കൂടാതെ 23 തരം പൊരുത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആനുകൂല്യ പ്രകടനത്തിൽ. അതിൽ പ്രധാനപ്പെട്ടതാണ് മനപ്പൊരുത്തം, ഗൃണധനപ്പൊരുത്തം, വയപ്പൊരുത്തം, ആയവയപ്പൊരുത്തം മുതലായവ. അതിൽ മനപ്പൊരുത്തം നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. യസ്യം മനസമാസക്തം താമേവ വിവഹൽ ബുധ എന്ന് പറയില്ലേ, മനപ്പൊരുത്തം എന്നെങ്കിൽ മറ്റെല്ലാം വിവർച്ചയും. ഗൃണധനപ്പൊരുത്തം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാർക്ക് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ എത്രമാത്രമുണ്ട്, അവർ നാളെ ആ ബാധ്യത കൊണ്ട് വിവാഹബന്ധ തകരാറ് സംഭവിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഗൃണധനപ്പൊരുത്തം. വയപ്പൊരുത്തം വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ആയവ്യയ വരവ് ചെലവുകൾ, ഭാവി എങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകും, അതിന് വരവെത്ര ചെലവെത്ര, ഇങ്ങനെ നോക്കാൻ പറയുന്ന പൊരുത്തങ്ങളും ഇതിലുണ്ട്. ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വേണം വിവാഹ ജീവിതത്തിലെ പൊരുത്ത ചിന്തന നടത്താനായിട്ട്. ഇനി ചൊവ്വാദോഷത്തെ കുറിച്ച് പറയാം. ചൊവ്വയ്ക്ക് മാത്രമായി പ്രത്യേക ദോഷം അറിയുന്നില്ല. പാപഗ്രഹങ്ങളായ സൂര്യൻ, ചൊവ്വ, ശനി, കേതു, രാഹു, ഈ ഗ്രഹങ്ങളൊക്കെ സ്ത്രീയാതിൽ 7ലോ 8ലോ വന്നാലും പുരുഷാതിൽ 7ൽ വന്നാലും അത് ദോഷമായിട്ട് പറയുന്നുണ്ട്. ചൊവ്വയ്ക്കുള്ള അതേ ദോഷം തന്നെ സൂര്യനും ശനിക്കും കേതുവിനും രാഹുവിനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചൊവ്വയ്ക്ക് മാത്രം ഇത്ര പ്രസക്തി പിന്നീട് വന്നു ചേർന്നതാണ്. അത് വാമൊഴിയായി വന്നു ചേർന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ സിനിമ, അങ്ങനെയുള്ള യുക്തിവാദികൾ, ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയിലാണ് ചൊവ്വയ്ക്ക് ഇത്രമാത്രം ദോഷം വരാനുണ്ടായ കാരണം. കൂടാതെ 10ൽ നിൽക്കുന്ന ചൊവ്വ രാജയോഗമാണ്. അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്: ഊർജസ്വി ജനവല്ലഭ ദശമകെ ഉജയവ സൂര്യവ മഹൽ കാര്യം സാധയതി. 10ൽ ചൊവ്വ എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, ആളായിത്തീരും. അവിടെ പ്രത്യേകം എടുത്ത് പറയണു: ദശമേ അങ്കാരകേനേവ ജാതകം ഈ ഫലം. 10 ചൊവ്വയില്ലാത്ത ജാതകം
എന്തിനു കൊള്ളും? അപ്പൊ ചൊവ്വയെ ദോഷമായിട്ട് മാത്രം ചിന്തിക്കരുത്. ചൊവ്വ ഗുണഫലം പ്രദാനം ചെയ്യും. പഞ്ചമഹായോഗത്തിൽ രുചിക യോഗം എന്ന ഒരു യോഗമുണ്ട്. അതിപ്രധാന യോഗമാണ്. ചൊവ്വ സ്വന്തം വീട്ടില് മേടം, വൃശ്ചികം, അതുപോലെ തന്നെ ഉച്ചരാശിയുള്ള മകരം, ഇവിടെയൊക്കെ പറയാ അത് കേന്ദ്രഭാവമാവുക. ലഗ്നത്തിന്റെ ലഗ്നം 4, 7, 10 ഭാവങ്ങളാവുക. അപ്പൊ പഞ്ചമഹായുഗത്തിൽ രുചിക യോഗം സംഭവിക്കുന്നു. ഉത്സാഹം, ശൗര്യം, ധനം, സാഹസവാൻ, പ്രസിദ്ധി, അതുപോലെ രാജകീയമായിട്ടുള്ള അവസ്ഥ. പൊതുവെ രുചികയോഗം ഉള്ളവരെ ദണ്ഡന അധികാരമുള്ള ജോലികൾ ചെയ്യും. അവര് പോലീസ്, അതുപോലെ തന്നെ പട്ടാളം ഉള്ള മേഖലകളിൽ ഉന്നത പദവികൾ വഹിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ചൊവ്വയ്ക്ക് പ്രത്യേക ദോഷങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ജാതക പൊരുത്ത വിഷയത്തിൽ ചൊവ്വ 7 മറ്റോ വരികയാണെങ്കിലും അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞ പ്രമാണമുണ്ട്. ചതു സപ്തമക ഭൗമ മേഷ കർക്യാളി നക്രതേ യഥാരാശോ ശുഭം പ്രോക്തം കുചദോഷോ ന വിദ്യതേ. 4, 7 ചൊവ്വ മേടത്തിലോ വൃശ്ചികത്തിലോ മകരത്തിലോ കർക്കിടകത്തിലോ വന്നാൽ ദോഷമില്ല. അവിടെ ചൊവ്വാദോഷം ഉണ്ടാകുന്നല്ലെന്ന് മാത്രമല്ല, ചതു സപ്തമക ഭൗമ മേഷ കർക്യാളി നക്രതേ യഥാരാശോ ശുഭം പ്രോക്തം, അവിടെ ശുഭമായിട്ട് പറയേണ്ടതാണ്. ഈ വസ്തു കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ജ്യോതിഷികൾ ഇതിന് കൂടി ദോഷമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അത് ശരിയല്ല. അപ്പൊ ദോഷത്തിൻ്റെതായിട്ടുള്ള മൂല്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ചൊവ്വാദോഷത്തെ വിലയിരുത്താൻ. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പെരുപ്പിച്ചു കാട്ടി ജ്യോതിഷികൾ വിവാഹം മുടക്കികളാവരുത്. ജനങ്ങളുടെ മുന്നിൽ പരിഹാസം മാത്രമാകും നമ്മൾ. അവരുടെ മത്സരബുദ്ധി ഒഴിവാക്കി എല്ലാവരും സമവായത്തോടെ പ്രവർത്തിക്കുക. നമ്മളുടെ മക്കളുടെ വിവാഹങ്ങളൊക്കെ നടക്കട്ടെ. നന്ദി, നമസ്കാരം.